സിദ്ധാർത്ഥിൻ്റെ മരണം ഇപ്പോഴും SFI ക്രിമിനലുകളുടെ കണ്ണ് തുറപ്പിച്ചിട്ടില്ല എന്നാണ് ഇന്നലെയും ഇന്നുമായി തിരുവനന്തപുരത്ത് നടക്കുന്ന സംഭവങ്ങൾ തെളിയിക്കുന്നത്. തിരുവനന്തപുരത്ത് കേരള സർവകലാശാല യുവജനോത്സവത്തോടനുബന്ധിച്ച് വ്യാപകമായി KSU പുതിയതായി വിജയിച്ച കോളേജ് യൂണിയൻ വിജയിച്ച സ്ഥലങ്ങളിലെ മുഴുവൻ KSU പ്രവർത്തകരെയും വ്യാപകമായി ക്രൂരമായി ആക്രമിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ആഹ്വാനപ്രകാരമാണ് ഈ SFI ക്രിമിനലുകൾ കഴിഞ്ഞ കുറേ നാളുകളായി അഴിഞ്ഞാടുന്നത്. സിദ്ധാർത്ഥിൻ്റെ മരണമെങ്കിലും അവരുടെ കണ്ണു തുറപ്പിക്കും, അവർ പുനർവിചിന്തനം നടത്തുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ സർവകലാശാല യുവജനോത്സവത്തിൽ പോലും കോളേജ് യൂണിയൻ ഭാരവാഹികൾക്ക് പോലും പങ്കെടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എവിടെയെല്ലാം KSU പുതിയതായി ജയിച്ചിട്ടുണ്ടോ അവിടെയെല്ലാമുള്ള യൂണിയൻ ഭാരവാഹികളെയും KSU പ്രവർത്തകരെയും വളഞ്ഞിട്ടടിക്കുകയാണ് വ്യാപകമായി. ഇത് തുടരാനാണ് ഭാവമെങ്കിൽ അവരുടെ സംരക്ഷണം കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കും എന്ന് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ ഇങ്ങനെ ഈ കാടത്തത്തിന് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഈ ക്രിമിനലുകളെ നിയന്ത്രിക്കാൻ ഈ സംസ്ഥാനത്ത് ആരുമില്ലേ? അവരെ നിയന്ത്രിക്കാൻ പോലീസും അതുപോലെ പാർട്ടി CPM തയ്യാറായില്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികളുടെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുക്കും എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുക. അതുപോലെ സർക്കാരിന് ഇപ്പോൾ ഒരു 13,000-ലധികം കോടി കിട്ടും. കാരണം സെറ്റിൽമെൻറ്റാണ്, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തമ്മിൽ ഇതിനു മുമ്പ് കിട്ടാനുള്ള പണത്തിൻ്റെ സെറ്റിൽമെൻറ്റാണ്. 13,000 കോടി രൂപ സംസ്ഥാനത്തിന് കിട്ടുമ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നു, കേരളത്തിലെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു, ആ കിട്ടുന്ന പണം കഴിഞ്ഞ 7 മാസമായി മുടങ്ങിക്കിടക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കണം. 55 ലക്ഷം കുടുംബങ്ങളിലാണ് വൃദ്ധരായിട്ടുള്ള ആളുകൾ, അഗതികളായിട്ടുള്ള ആളുകൾ, ഭിന്നശേഷിക്കാർ, വിധവകളായിട്ടുള്ള ആളുകൾ, വാർദ്ധക്യം ബാധിച്ച ആളുകൾ, ഏറ്റവും ബുദ്ധിമുട്ടുന്ന ആളുകൾ കഴിഞ്ഞ 7 മാസമായി മരുന്ന് മേടിക്കാൻ പോലും പണമില്ലാതെ പ്രയാസപ്പെടുകയാണ്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഈ 13,000 കോടി രൂപ ചെലവഴിക്കുന്നതിൽ മുൻഗണന, പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ 7 മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിലാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതേപോലെ തന്നെ നിരവധി ആളുകൾ ക്ഷേമനിധി പെൻഷനുകൾ തകർന്ന്, സർക്കാരിൻ്റെ സമീപനം കാരണം ക്ഷേമനിധി പെൻഷനുകൾ ബോർഡുകൾ തകർന്ന് അവരുടെ ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കുന്നുണ്ട്. ആ പാവങ്ങൾക്കും ഈ പണം കൊടുക്കാൻ സർക്കാർ തയ്യാറാവണം. ആശുപത്രികളിൽ മരുന്ന് മേടിക്കാൻ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനും പണം കൊടുക്കണം. സപ്ലൈകോയിൽ സാധനങ്ങൾ വരാൻ സപ്ലൈകോയിൽ വിതരണക്കാർക്ക് പണം കൊടുക്കണം. ഇതെല്ലാം ചെയ്തില്ലെങ്കിൽ ജനജീവിതം വീണ്ടും ദുരിതപൂർണമായി മാറും. അപ്പോൾ സർക്കാരിന് പണം കിട്ടുമ്പോൾ ഒരു മുൻഗണന വേണം എന്ന് ഞങ്ങൾ ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. സർക്കാർ പുറത്തു പറയുന്നതും സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് 2 കാര്യങ്ങളാണ്. സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് കടമെടുപ്പിൻ്റെ പരിധി വർദ്ധിപ്പിക്കണം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293 ആർട്ടിക്കിൾ 246 അനുസരിച്ച് കടമെടുപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ അവകാശമാണ്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ നിയന്ത്രണം നീക്കി ഇഷ്ടം പോലെ കടമെടുക്കാൻ അനുവദിക്കണമെന്നാണ്. അതാണ് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേ അവസരത്തിൽ പുറത്തു പറയുന്നത് കേന്ദ്രം 57,600 കോടി രൂപ കൊടുക്കാനുണ്ട്. ആ പണം കിട്ടാത്തതിനാണ് സുപ്രീം കോടതി പോയതെന്നാണ്. സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന പെറ്റീഷനിൽ ഇങ്ങനെ ഒരു 57,600 കോടി രൂപ കിട്ടാനുള്ളതിനെ പറ്റി ഒരു പരാമർശവും ഇല്ല. അപ്പോൾ അന്ന് ഞങ്ങൾ നിയമസഭയിൽ തന്നെ പറഞ്ഞു, ഈ 57,600 കോടി രൂപ കിട്ടാനുണ്ട് എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ആകെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യത ഒരു 26,224 കോടി രൂപയുടെ ബാധ്യതകൾ കൊടുത്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് കടമെടുപ്പിൻ്റെ പരിധി വർദ്ധിപ്പിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പുറത്ത് ജനങ്ങളോട് പറയുന്നത്, മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ക്യാമ്പയിൻ നടത്തുന്നതും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന 2ആണ്. 4 ലക്ഷം കോടി രൂപയിലേക്ക് കേരളത്തിൻ്റെ കടം കൂപ്പുകുത്തുമ്പോൾ വീണ്ടും കടമെടുക്കാൻ അനുമതി നൽകണം എന്നാണ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് ഈ 57,600 കോടി രൂപ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ കാര്യം സുപ്രീം കോടതിയിൽ പരാമർശിച്ചിട്ടേ ഇല്ല. കാപട്യമാണ്, ഇരട്ടത്താപ്പാണ്.